പിന്നെ ഒരു ടീച്ചർ കുളിച്ചതിനെ കൊണ്ട് കേരളം അങ്ങ് കത്തുവന്ന്. ശ്രീലു ടീച്ചർ കുളിക്കുന്നേ, ശ്രീലു ടീച്ചർ കുളിക്കുന്നേ, ശ്രീലു ടീച്ചർ കുളിക്കുന്നേ, ശ്രീലു ടീച്ചർ കുളിക്കുന്നേ. ശ്രീലു ടീച്ചർ കുളിക്കൂലേ? പിന്നെ നിങ്ങളൊന്നും കുളിക്കാറില്ല? കുളി നിന്ന് പോയോ? അത് അന്നേരം ശ്രദ്ധിക്കണമായിരുന്നു. കുളിക്കുമ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ ഒരുമിച്ചില്ല ആൾക്കാരെയും കുളിപ്പിക്കും. നമ്മളൊരു രീതി. കുറച്ച് മര്യാദക്കുള്ള ടീച്ചറാണ്. മറ്റുള്ളവരെ കുളിപ്പിക്കാനും മിടുക്കെത്തിയ. ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നെ റോഡിൽ നിന്ന് ടെറസിൽ നിന്നൊക്കെ ആള് നോക്കും, എന്നിട്ട് അവരോട് കണ്ടോ 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 എന്ന് പറഞ്ഞിട്ടാണ് കുളിക്കുന്നത്. അതൊരു കഴിവല്ലേ അങ്ങനെ കുളിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരോട് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് കുളിക്കണമെങ്കിൽ അതിലൊരു കഴിവില്ലേ? ഞാൻ നല്ലൊരു നാടൻ പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്, നല്ലൊരു നാട്ടിൻപുറം. എന്താ മറ്റേ ഇതിൽ പറഞ്ഞിട്ടില്ലേ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധെന്ന്. അപ്പോൾ ഈ ഫ്ലാറ്റിലൊന്നും ജീവിക്കുന്നവർക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏത് പറമ്പിൽ കുളിയാ, പിന്നെ റോഡിൽ കുളിയോ, ടെറസും വന്നെത്തി നോക്കുന്നുണ്ടോ? ഇതെന്ത് കുളി എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ കുളി ഒരു സ്പെഷ്യൽ കുളിയാണ് മക്കളെ. ഒരു നമ്മളെ വീഗാലാൻഡിൽ പോയൊരു തണുപ്പും ഒരു കുളിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ കേരളവും ലോകവും ഇന്ത്യയും എല്ലാം മൊത്തം കേരളവും ഇന്ത്യയും മൊത്തം 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 ഭൂമി കറങ്ങി തിരിഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എല്ലാം മൊത്തം ചർച്ച ശ്രീലുവിൻ്റെ കുളി. അപ്പം ഞാനെന്തിനാ കുളിക്കാതിരിക്കുന്നത്? ഏതായാലും ഇറങ്ങി, ഇനി കുളിച്ചിട്ട് തന്നെ കയറാം. ഞാൻ ഈ കുളി തുടങ്ങിയിട്ടൊരു 2000 മറ്റാണ് ഈ മോട്ടർ വെച്ചത്. ഞങ്ങൾ വീട്ടിൽ ഈ മോട്ടർ വെച്ചെന്ന് ഞാനിങ്ങനെ കുളിക്കാൻ തുടങ്ങിയതാ. നല്ല ഹൈറ്റുള്ള ആൾ പോയാൽ എൻ്റെ കുളി കാണും. നല്ല ഹൈറ്റുള്ളവരെ യോഗാന്ന് ഒരു കുളി കാണാൻ പറ്റും ഫ്രീ ആയിട്ട്. പിന്നെ 2000 പട്ടീനെ കുളിപ്പിക്കും, പശുവിനെ കുളിപ്പിക്കും, ചെടിക്ക് വെള്ളമൊഴിക്കും, എന്നിട്ട് ഈ പറമ്പിൽ നിന്ന് ഇങ്ങനെ ഞാനും കുളിക്കും. അതിപ്പം നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ചാനലായതിനെ കൊണ്ടോ പിന്നെ ഇതിൻ്റെ പേര് കുളി എന്നല്ല, ഇതിൻ്റെ പേരൊരു വെള്ളത്തിൽ കളി എന്നാണ്. കിട്ടത്ര വെള്ളം ഒഴിക്കും, ഒരു 2-3 ടാങ്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കും. ഇതാണ് എൻ്റെ കുളി. എവിടെ പോയത്? പശുവിൻ്റെ കുളി. അതെ അതെ അതെ. പാല് രാവിലെ വാങ്ങിയല്ലോ, രാവിലെ വാങ്ങി. ഇല്ല, ഇപ്രാവശ്യം കണ്ടത്തിൽ നട്ടിട്ടില്ലല്ലോ പറമ്പിൽ. ഓക്കെ.
വീഡിയോ എടുക്കുന്നത് അറിയില്ല എന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്നത് അറിയില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. എൻ്റെ കുളിസീൻ കൊണ്ട് ഒരുപാട് ലോക്കൽ ചാനലുകാർ റീച്ച് ഇല്ലാത്തവർ പൈസയാക്കുന്നുണ്ട്, വ്യൂസിനെ കൂട്ടാൻ നോക്കുന്നു. അപ്പം ഞാൻ അത്രയും കയറി പോവുകയാണ്. അപ്പം എനിക്ക് തോന്നി ഇന്നൊരു കുളിസീനും കൂടി ആയിക്കോട്ടെ എന്ന്. അതായത് എന്നെ കൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. ഒരു പുല്ലിനെയും പേടിയില്ല, ഒരു സിസ്റ്റത്തിനെയും പേടിയില്ല. ഇത്രയും ലോകത്ത് പേടിയില്ലാത്തൊരു ജീവി ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും. തൊലിക്കട്ടി, കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി. അത് ഈ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഉണ്ടാക്കി തന്നവരാരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് ഈ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പം അവർക്ക് തിരിച്ചൊരു നന്ദി ഞാനും കൊടുക്കണ്ടേ? എന്നാണ് ഒരു പ്രത്യുപകാരം. അപ്പോൾ എൻ്റെ കുളി കൊണ്ട്, എൻ്റെ കുളി കണ്ടിട്ടും എൻ്റെ കുളി കൊണ്ടും ജീവിക്കുന്ന ചാനലുകാർക്ക് ഈ കുളി സമർപ്പിക്കുന്നു. ഓക്കെ, അതായത് അവരൊന്നും ഒരു വിഷയം കിട്ടാതെ, ഒരു നല്ല സബ്ജക്റ്റ് കിട്ടാതെ ദാരിദ്ര്യത്തിലുള്ള, വളരെ ദാരിദ്ര്യത്തിൽ. അപ്പോൾ അവർക്ക് ആകെ കിട്ടിയത് കണ്ണൂരിലെ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ ആകെയുള്ളൊരു കുളിയാണിപ്പം വേൾഡിൽ ചർച്ച. അപ്പം അവരൊന്നും നിരാശയാക്കാൻ പാടില്ല. പിന്നെ കവുങ്ങാണ് നിറച്ചും, കവുങ്ങിന് വെള്ളുമായി. ആദ്യം വന്ന വെള്ളം ഭയങ്കര ചൂടായിരുന്നു. ഇത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ടാങ്ക് കാലിയായപ്പോൾ തണുത്ത വെള്ളം വന്നു. അതാ ഇപ്പം സംഭവിച്ചത്. അപ്പോൾ ഒരു 5-10 ചാനലുകാർ എന്നെ വെച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുളി അവർക്കൊരു ഉപജീവന മാർഗമോ, അവർക്കൊരു അരി വാങ്ങാനുള്ള പൈസയോ, അവർക്ക് പിന്നെ യൂട്യൂബിൽ റീചാർജ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഒരു ഉപകാരമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. നഷ്ടമില്ലാത്ത, ഛേദമില്ലാത്തൊരു ഉപകാരം എന്ന് പറയും പഴയ ആൾക്കാർ. ഛേദമില്ലാത്ത ഉപകാരം. അങ്ങനെ ഒരു ഉപകാരം ആയിക്കോട്ടെ. നിങ്ങൾ ഞാൻ കാരണം പച്ചരി വാങ്ങ്, നിങ്ങൾ ഞാൻ കാരണം പച്ചരി വാങ്ങ്. ഞാൻ വണ്ടർലയിലുള്ള വണ്ടർലേ. നിങ്ങൾ സ്വിമ്മിങ് പൂളിൽ പോവാറില്ല, തോട്ട് പോവാറില്ല, കുളത്ത് പോവാറില്ല, പിന്നെ സ്വിമ്മിങ് പൂളിൽ വണ്ടർലയിലൊന്നും നിങ്ങൾ പോവാറില്ല. നിങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും മക്കളെയും കൊണ്ട് പോയിട്ട് ട്രൗസർ വിട്ട് തുള്ളുന്നതിൻ്റെ വേറൊരു വേർഷനാണ് ഇത്. ടീച്ചർ കുളിച്ചു, ടീച്ചർ കുളിച്ചു, ടീച്ചർ കുളിച്ചു. ഈ ലോകത്ത് ആദ്യമായിട്ട് കുളിച്ച ഒരാൾ ഞാനാണ്, അല്ലേ? ഉളുപ്പ് വേണം നിങ്ങൾക്കല്ല, കുറച്ച് ഉളുപ്പ്. നിങ്ങളെ കുടുംബക്കാരെയും കൂട്ടി പോയി തോട്ടിൽ തുള്ളുന്നു, വീഗാലാൻഡിൽ പോകുന്നു, വലിയ വലിയ വ്യവസായികൾക്ക് പൈസ കൊടുക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കിണറിലെ വെള്ളം, ഞാൻ കെട്ടിയ വീട്, ഞാൻ ഉണ്ടാക്കിയ മോട്ടർ, എൻ്റെ പൈപ്പ്, ഞാൻ എൻ്റെ ഈ വെള്ളത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. പിന്നെ ഇത് വെച്ച് പൈസയാക്കുന്നവരാക്ക്, ഇത് വെച്ച് എൻ്റെ ഫോണിൽ വെള്ളം തെറിച്ചു, ഇത് വെച്ചിട്ട് നിങ്ങൾ പൈസയാക്കിക്കോ, എനിക്ക് പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനൊരു ഗതികേടാണെങ്കിൽ നിങ്ങൾ പൈസയാക്കും മക്കളെ, പൈസയാക്കും. ഈ ശ്രീലുവിൻ്റെ കുളി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഐ ഹാപ്പി. എല്ലാവർക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാവർക്കുള്ള ആസ്വാദനവും ഒക്കെ എനിക്കും ഉണ്ട്. നിങ്ങൾ കഴിയുന്ന പോലെ ആക്ക്. അമ്മാതിരി ഡയലോഗൊന്നും എന്നോട് വേണ്ട കേട്ടോ, ഇമ്മാതിരി ഡയലോഗൊന്നും എന്നോട് വേണ്ട. തുളസി ഇന്ന് തോർത്തെടുക്കാണ്ട് വന്നു.
അതുകൊണ്ട് ഈ മാതിരി ഡയലോഗൊന്നും നമ്മളടുത്ത് നടക്കൂല മക്കളെ. എൻ്റെ കുളി കാരണം നിങ്ങൾ പച്ചരി വാങ്ങ ധൈര്യത്തിൽ. അപ്പോൾ ക്ഷീണമായി. അതായത് വെള്ളം ഇങ്ങനെ വെള്ളം ഇവിടെ ഒരു വാഴ വലിച്ചിട്ടുണ്ട്. അതിനൊരു തുള്ളി വെള്ളം കിട്ടിക്കോട്ടെ. ദാഹജലം തരുമോ? പിന്നെ തലപോയ കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നു. എന്ത് ചെയ്യാൻ? അപ്പം നമ്മളെ മീഡിയാസ് എല്ലാം എൻ്റെ ഈ ഒരു കുളിസീനോട് ഫോണിലുമായി വെള്ളം പച്ചരി വാങ്ങിപ്പോ. ഓക്കെ, അടുത്ത ഒരു കുളിയിൽ കാണാം.